ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ദിനവൃത്താന്തം 19-ാം അധ്യായം. അമ്മോന്യരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യ രാജാവായ നഹാഷ് മരിച്ചു. അവൻ്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിൻ്റെ പുത്രൻ ഹാനൂനോടും ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർത്തിച്ചു. പിതാവിൻ്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂൻ്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ശിരസ്സും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ച് കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറീക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിൻ്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടോമിയ, ആരാം, മാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 32,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെദേബായ്ക്ക് മുമ്പിൽ പാളയമടിച്ചു. പട്ടണത്തിൽ നിന്ന് സൈന്യത്തിനെടുത്ത അമ്മോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമ്മോന്യർ നഗര കവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുമ്പിലും പിമ്പിലും ശത്രു സൈന്യം നിരന്നിരിക്കുന്നത് കൊണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തെരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയാക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുദിനം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചു. സിറിയക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോന്യർ യോവാബിൻ്റെ സഹോദരനായ അബിശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലിന്റെ മുമ്പിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി. ഹദദേസറിൻ്റെ സേനാനായകൻ ഷോഫാഗ് ആണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയക്കാർ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോറ്റോടി. ദാവീദ് സിറിയക്കാരുടെ 7,000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷൊഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിൻ്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല.